ദേശിംഗനാടിന്റെ ഹൃദയത്തിൽ ദേശദേവതയായി വാണരുളുന്ന ശ്രീ പുതിയകാവ് ഭഗവതിയുടെ പൊങ്കാല മഹോത്സവം ഭക്തിയാദരപൂർവ്വം നടത്തപ്പെട്ടു. ചൂടേറിയ കുംഭമാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് അനുഗ്രഹദായിനിയായ പുതിയകാവിലമ്മയുടെ പൊങ്കാല. തമിഴ്നാടിന്റെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ദേശിംഗനാടെന്നിരിക്കെ ഒരു കാലത്ത് തമിഴ് വിഭാഗക്കാരായ ഭക്തജനങ്ങളുടെ ശക്തമായ സാന്നിധ്യം ഈ ക്ഷേത്രത്തിൽ വരികയും തമിഴ്നാടിന്റെ ദേശീയ ഉത്സവമായ പൊങ്കൽ എന്ന ചടങ്ങിൽ നിന്നും തമിഴ് വിഭാഗക്കാർ ഈ ക്ഷേത്രത്തിലും പൊങ്കാലയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ജഗദീശ്വരയെ പൂജിക്കലും സൂര്യഭഗവാനെ ഉപാസിക്കലുമാണ് പൊങ്കാല. സൂര്യ തേജസ്സിനെ തന്നിലേക്ക് ആവാഹിച്ച് തന്നെ പൂർണ്ണമായി ദേവതയ്ക്ക് സമർപ്പിക്കുന്ന ചെറിയൊരു തപസ്സാണ് ഈ ചടങ്ങ്. സ്വയം സമർപ്പണം എന്ന നിലയിലാണ് പുത്തൻ മൺകലം പൊങ്കാലയ്ക്ക് ഉപയോഗിക്കുന്നത്. മുന്നിലും പിന്നിലും വശങ്ങളിലും ആകാശത്തിലും ജ്വലിക്കുന്ന അഗ്നിക്ക് നടുവിൽ നിന്നുകൊണ്ടുള്ള പൊങ്കാല പഞ്ചാഗ്നി മധ്യത്തിലെ തപസ്സാണ് എന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിലെ പണ്ടാര അടുപ്പ് ക്ഷേത്ര മേൽശാന്തി കൊളുത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് അഗ്നി പകർന്ന് പ്രദേശത്തെ അടുപ്പുകളിലേക്ക് വ്യാപിപ്പിക്കുന്നു. പൊങ്കാല നൈവേദ്യം പൂർണ്ണമാകുമ്പോൾ ക്ഷേത്ര പൂജാരിമാർ വെളിച്ചപ്പാടിന്റെ അകമ്പടിയോടെ പൊങ്കാലക്കലങ്ങളിൽ തീർത്ഥം തളിച്ച് ദേവിക്ക് നിവേദിക്കുന്നു. ഭക്തി നിർഭരതയോടും സൂക്ഷ്മതയോടും ചെയ്യുന്ന ഈ കർമ്മത്തിന്റെ ഒടുവിൽ മഞ്ഞ നീരാട്ടം നടത്തപ്പെടുന്നു.